റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഒരു ഉന്നതതല സമിതിയെ ഏൽപ്പിച്ചു. അതിനുശേഷം പുടിനും അതുപോലെ തന്നെ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. പക്ഷേ ഇവിടെയൊക്കെ കാണുന്നൊരു കാര്യം, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരുമിച്ച് ചേർന്നാണ് ഉക്രൈന് സഹായം നൽകിയത്. ഈ ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യങ്ങളുമില്ല, ഒപ്പം ഉക്രൈനും ഇല്ല. അപ്പം റഷ്യയും അമേരിക്കയും തമ്മിൽ ചില നിഗൂഢമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഇല്ലാതെ ഈ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ലേ, പിണറായി വിജയൻ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് LDFിൽ ചർച്ച ചെയ്തില്ല എന്ന് CPIയും ജനതാദളും ഒക്കെ പറയും. അവരൊക്കെ ഒറ്റക്കെട്ടാണെന്നാണല്ലോ. ബട്ട് LDFിൻ്റെ തീരുമാനം എടുക്കുന്നത് CPM ആണ്, പിണറായി വിജയൻ. ഇതുപോലെ നാറ്റോ സഖ്യരാജ്യങ്ങളും അമേരിക്കയൊക്കെ ചേർന്നാണ് യുക്രൈനെ സഹായിച്ചത്. ബട്ട് നാറ്റോ സഖ്യരാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്നാണ് അർത്ഥം. അമേരിക്കയാണ് അതിനകത്ത് കാര്യം തീരുമാനിക്കുന്നത്. ബാക്കിയുള്ളവരതിന് താഴെ ഒപ്പിട്ട് കൊടുക്കും, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മാത്രമേ ഇതിനുള്ളൂ. അമേരിക്ക ഇൻ പ്രിൻസിപ്പിൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നാറ്റോയിലെ ബാക്കി രാജ്യങ്ങൾക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇവർക്കൊക്കെ അതിൻ്റെ പിന്നാലെ കൂടുതലത് വേറെ മാർഗമൊന്നുമില്ല. അതേസമയം അവരവിടെ ഉണ്ടെന്ന് കാണിക്കണ്ടേ. ഇവിടെ ബിനോയ് വിശ്വം ഒക്കെ പറയുന്ന പോലെ അവിടുത്തെ ആൾക്കാർ, നാറ്റോയുടെ ആൾക്കാർ പറയും, ഞങ്ങളോട് ആലോചിച്ചില്ല എന്നൊക്കെ പറയും. പിന്നെ സെലൻസ്കി ഇതിനകത്ത് പ്രതിയാണ്, സംശയമില്ല. ബട്ട് ഈ കാര്യം ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് സെലൻസ്കിയുമായിട്ടും ആലോചിക്കും. നാറ്റോ സഖ്യരാജ്യങ്ങളെയും ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടും. ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് എഗ്രി ചെയ്യാവുന്ന കാര്യമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് റിയാദിൽ ഈ ഉച്ചകോടി അവർ നടത്തിയത്. അപ്പോൾ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, ഇപ്പുറത്ത് റഷ്യയുടെ ലാവ്റോവ്, സെർജി ലാവ്റോവ്, ഇവരൊക്കെ ചേർന്ന് ഒരു ഉന്നതതല സമ്മേളനം ഇൻ പ്രിൻസിപ്പിൾ അവർ യുദ്ധം നിർത്താൻ സമ്മതിച്ചു. അതിൻ്റെ കണ്ടീഷൻസും കുറേ റഷ്യ പറഞ്ഞു. ഞങ്ങൾ പിടിച്ച സ്ഥലമെല്ലാം, അതിനിടയ്ക്ക് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ ക്രീമിയയ്ക്ക് പകരം കീവ് എന്ന് പറഞ്ഞു പോയി. കീവ് റഷ്യ പിടിച്ചു, കീവ് അല്ല, അത് ക്രീമിയയാണ്. അപ്പോൾ അത് ഉക്രൈനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചറിയിച്ചു, ഇങ്ങനെ പറഞ്ഞത് അബദ്ധമാണെന്ന്. വെച്ചാൽ അത് തെറ്റിപ്പോയതാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ സ്ഥലങ്ങൾ തമ്മിൽ തെറ്റാറുണ്ട്. എന്തിന് യുക്രൈൻ്റെ അല്ല, ഇന്ത്യയിൽ തന്നെ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ചിലപ്പോൾ എൻ്റെ മാറിപ്പോവും. ചില സ്ഥലങ്ങൾ അങ്ങനെ അങ്ങ് മനസ്സിൽ കുഴഞ്ഞു പോകുന്നത്, മനസ്സിൽ വിചാരിക്കുന്ന സ്ഥലമായിരിക്കില്ല വായിലൂടെ പുറത്ത് വരുന്നത്. അങ്ങനെ പറ്റിയ അബദ്ധമാണത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പിടിച്ചെടുത്തതല്ല ഞങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ശരി, നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ട്രംപിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ ഇവരാരെയും തൊടിയിക്കാതെ, സെലൻസ്കിയെയും തൊടിയിക്കാതെ നിങ്ങളിങ്ങനെ കരാറുണ്ടാക്കിയല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് യുദ്ധം നിർത്തണം എന്നുള്ള പ്രിൻസിപ്പിൾ, അതിന് സമ്മതമാണ്, ഇതാണ് റഷ്യയോട് ചോദിച്ചത്. സമ്മതമാണെന്ന് അവർ പറഞ്ഞു. സെലൻസ്കിയെ മാത്രം പുള്ളി പരിഹസിച്ചു. സെലൻസ്കിയെ പറ്റി പുള്ളി പറഞ്ഞു, ഇങ്ങർക്ക് റോളില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ആർക്കായിരുന്നു റോള്? അങ്ങേർക്കല്ലായിരുന്നു റോള്. അങ്ങേർക്ക് പുടിനുമായിട്ട് സംസാരിച്ച് തീർക്കരുതായിരുന്നോ? അങ്ങനെ ഇന്ന് വരെ അത് ചെയ്തോ? യു ഹാവ് എവറി ചാൻസ് ടു ബ്രിങ് പീസ്. അവിടെ ഒരു വെടിപൊട്ടേണ്ട ഒരു കാര്യവുമില്ല. ട്രംപ് പറഞ്ഞതാണ് കേട്ടോ, കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു വെടിപൊട്ടേണ്ട കാര്യമില്ല, അവിടുത്തെ ഒരു പട്ടണവും നശിക്കേണ്ട കാര്യമില്ല, അവിടുത്തെ മനുഷ്യർക്ക് ഒരു കഷ്ടപ്പാടും വരേണ്ട കാര്യമില്ല, സുഖമായിട്ട് ജീവിച്ചു പോകാമായിരുന്നു. നിങ്ങൾ മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ. നിങ്ങളത് ചെയ്തില്ല. 3 വർഷം നിങ്ങളുടെ മാത്രമായിരുന്നു റോള്, വേറെ ആരും ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് വേണ്ട സഹായമേ ചെയ്തുള്ളൂ. നിങ്ങൾ തീർത്തില്ല. ഇതിങ്ങനെ അനന്തമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ചിലവർ യുദ്ധം നടത്തിക്കൊണ്ട് പോകാമെന്നാണോ നിങ്ങളുടെ വിചാരം? അതുകൊണ്ട് സെലൻസ്കിക്ക് റോളില്ല എന്നൊക്കെ പറയുന്നതിന് കഥയൊന്നുമില്ല. എനിവേ, ബട്ട് ഫൈനലി ഹി ഹാസ് ടു ബി ദെയർ എന്നൊരു ചെറിയ കൺസെഷനും കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് സെലൻസ്കി ആവശ്യത്തിൽ കവിഞ്ഞ വലിപ്പം സെലൻസ്കി ഭാവിച്ചു എന്നുള്ളത് സത്യമാണ്. ഈ
നാറ്റോയുടെ സപ്പോർട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ സെലൻസ്കിക്ക് മനസ്സിലായി താൻ ആരുമല്ല, അവരൊരു ലിമിറ്റഡ് സപ്പോർട്ടാണ് തന്നത്, അതിനപ്പുറത്തേക്ക് പോകാൻ നാറ്റോക്കാർ തയ്യാറാണെങ്കിലും അമേരിക്ക തയ്യാറല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഒരു മിക്കവാറും സെലൻസ്കിക്ക് അല്പം ക്ഷീണമുണ്ടാകുന്ന ഒരു കീഴടങ്ങലായിരിക്കും നടക്കുക. പിന്നെ ഫേസ് സേവിങ്ങിനായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തിട്ട് അങ്ങേർക്ക് നാണക്കേടില്ലാത്ത രീതിയിൽ തീർത്തേക്കാം. അപ്പോൾ ഉന്നതതല സമിതി രൂപീകരിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യ പിടിച്ചെടുത്ത 5-6 സ്ഥലങ്ങളുണ്ട് പ്രധാനപ്പെട്ട, അത് മുഴുവൻ റഷ്യയുടെ കയ്യിലാണ്. ഏതാണ്ട് ഉക്രൈൻ 25%. സെലൻസ്കി ഭരണകൂടം മാറണം, പകരം റഷ്യ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെലൻസ്കി തോറ്റു എന്ന് ലോകത്തോട് പറയുന്നതിന് തുല്യമല്ലേ. അപ്പോൾ പുട്ടിന് ട്രംപുമായിട്ടൊരു പുതിയ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നൊരു ആരോപണം വരില്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ഇപ്പോൾ ചൈനയെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ റഷ്യയുമായിട്ടൊരു സൗഹൃദത്തിൽ ഏർപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് ട്രംപ് ഇന്ത്യ, റഷ്യ, കിഴക്ക് ജപ്പാൻ, ഇതൊക്കെ ചൈനയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണെന്ന് ആലോചിക്കണം. ചൈനയുടെ അയൽവക്കക്കാരാണ് റഷ്യയും ഇന്ത്യയും. നമ്മളെ രണ്ടുപേരെയും ട്രംപിൻ്റെ ഫ്രണ്ട്സാക്കി മാറ്റുക. ജപ്പാൻ നേരത്തെ മുതൽ ഫ്രണ്ടാണ്, കുറച്ചുകൂടെ അടുപ്പിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, സൗത്ത് ചൈന സീ, ഇവിടെയെല്ലാം അമേരിക്കയുടെ കൂട്ടുകാരാകും. ചൈന ഒറ്റപ്പെടും. ഈ ഒരു പൊളിറ്റിക്സ് ട്രംപ് കളിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒളിച്ചു വയ്ക്കുന്നുമില്ല കേട്ടോ. ചൈന ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പുള്ളി ഈ താരിഫ്, ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്താനം പറയുമെങ്കിലും ബേസിക്കലി ഫ്രണ്ട്സാണ്. ഇപ്പം നമുക്ക് F-35 തരാമെന്ന് ട്രംപ് ഓഫർ ചെയ്തിരിക്കുന്നു വിമാനം. എന്തിനാണ്? F-35 ഉണ്ടാക്കിയ കാലത്ത് ഇതാർക്കും കൊടുക്കില്ല, ഇസ്രായേലിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നാറ്റോക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക്, ഇംഗ്ലണ്ടിനൊക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ജപ്പാന് കൊടുക്കാമെന്ന് പറഞ്ഞു. ജപ്പാന് കൊടുത്തു. ഇപ്പോൾ ഇന്ത്യക്ക് തരാമെന്ന് പറയുന്നു. ഇതെല്ലാം പുള്ളിയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. ഇവർക്കെല്ലാം F-15 കൊടുക്കുന്നു. അത് ചൈനയുടെ J-20, J-35 ആണ് ചൈനയുടെ ലേറ്റസ്റ്റ് 6th ജനറേഷൻ എന്നൊക്കെ അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അത് പ്രൂവ് ചെയ്തിട്ടില്ല ഇതുവരെ. J-20 പ്രൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിൽ പ്രൂവ് ചെയ്യണമല്ല. F-35 മെഷീൻ യുദ്ധത്തിൽ പ്രൂവ് ചെയ്തതാണ്. ഈ J-20 ഇങ്ങനെ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചൈന ഇങ്ങനെ ആകാശത്തിട്ട് കളിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു യുദ്ധം ചൈന J-20 ഉപയോഗിച്ച് നടത്തിയിട്ടില്ല. J-20 എന്നല്ല, ചൈന ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾ നോക്കുന്നു, ഒരു സീരിയസ് യുദ്ധം ചൈന നടത്തിയിട്ട് വർഷം എത്രയായി? 1962 ഭാരതത്തെ ആക്രമിച്ചതിന് ശേഷം ചൈന ഒരു മേജർ യുദ്ധം നടത്തിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചില്ലറ മസിൽ പിടിപ്പിക്കലൊക്കെ കാണിച്ചു എന്നുള്ളതല്ല, അതേ വേറെ ഒരു മേജർ യുദ്ധം ചൈന നടത്തിയിട്ടില്ല. നടത്തേണ്ട ഒരു ആവശ്യം അവർക്ക് വന്നിട്ടില്ല. ബട്ട് അവരുടെ കയ്യിൽ ഈ മെഷീൻ ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. J-20 ഉണ്ട്, അതിന് കപ്പാസിറ്റി ഉണ്ട്. അത് അവർ കഴിഞ്ഞ വർഷത്തെ എയ്റോ എക്സിബിഷനിൽ അവർ കാണിച്ചതാണ്. മറ്റ് രാജ്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. ഇത്തവണ ബാംഗ്ലൂർ നടന്ന എയ്റോ എക്സിബിഷനിൽ F-35 ഉണ്ടായിരുന്നു, Su-53 റഷ്യയുടെ, Su-57E ഇതുണ്ടായിരുന്നു. സുഖോയ് റേഞ്ചാണത്. അപ്പോൾ ബട്ട് ചൈനയ്ക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചൈന താമസിയാതെ പാകിസ്ഥാൻ ഇത് കൊടുക്കുകയും ചെയ്യും. J-20 2 വർഷത്തിനുള്ളിൽ J-20 പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥിതിയിൽ നമുക്ക് ഒന്നുകിൽ Su-57 വാങ്ങണം, അല്ലെങ്കിൽ F-35 വാങ്ങണം. Su-57 നേരത്തെ തന്നെ റഷ്യ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ F-35 അമേരിക്ക ഓഫർ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചൈനയെ ഐസൊലേറ്റ് ചെയ്യുക. അതിനായിട്ട് ഉക്രൈനെ ബലി കൊടുത്തും റഷ്യയുമായിട്ട് ട്രംപ് ഒരു സഖ്യമുണ്ടാക്കിയെന്ന് വരും. റഷ്യയ്ക്കും അത് ഇഷ്ടമാണ്. കാരണം റഷ്യ ഒരല്പം ചൈനയുടെ ദയയിലാണ് ഉക്രൈൻ യുദ്ധം നടത്തിയത്. കാരണം ഇവർ യൂറോപ്പിൽ തിരിച്ചടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഈ ഗൂഗിൾ ബ്ലോക്ക് ചെയ്യുകയും
റഷ്യയുടെ ATM കാർഡുകൾ ഓപ്പറേറ്റ് ആകാതെ വരികയും ഒക്കെ ചെയ്തിട്ട് ചൈനയാണ് ആ സമയത്ത് ആ ക്രൈസിസിൽ അവരെ സഹായിക്കുന്നത്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിച്ചു, കുറഞ്ഞ വിലയ്ക്ക് അവർ എണ്ണ തരാൻ തയ്യാറായിരുന്നു, അത് വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് സഹായമൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ബട്ട് ചൈന ക്ലോസ്ലി റഷ്യയുടെ കൂടെ പാറ പോലെ നിന്നു. അപ്പം ആ നിൽപ്പ് ബ്രേക്ക് ചെയ്തിട്ട് റഷ്യയെ അമേരിക്കയുമായിട്ട് അടുപ്പിക്കുക, ഇതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അതിനിടയ്ക്ക് ചിലപ്പോൾ സെലൻസ്കിയെ ബലി കൊടുത്തു എന്ന് വരും. എന്തായാലും ചൈനയെ വെട്ടാനായിട്ട് വേണമെങ്കിൽ പുടിൻ മോദി സഖ്യം, അല്ല പുടിൻ ഈ ട്രംപ് സഖ്യം വരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല, അങ്ങനെയാണ് അർത്ഥമാക്കുന്നത്. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു സഖ്യത്തിൻ്റെ ആവശ്യം ട്രംപിനില്ല. ചൈനയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ മേജർ അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് ചൈനയുമായിട്ട് 32% ചൈന വലിയൊരു എക്കണോമിക്കൽ പവറാണ്, മിലിറ്ററി പവറാണ്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റിയൊരു കാര്യമല്ല. അതുകൊണ്ട് അവരെ ഒതുക്കുക. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.